തൃശ്ശൂരിലെ ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ചേലക്കര മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്തുള്ള ഹോട്ടലും കടമുറികളുമാണ് തകർന്നത്. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം നടന്നത്. അപകടം നടക്കുന്ന സമയത്ത് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും ആർക്കും അപായമൊന്നുമില്ല. ലിഷോയ് തന്നെ അതിന്റെ വിവരങ്ങൾ നൽകും. ലിഷോയ്, വളരെ പഴയ കെട്ടിടമാണ്. നേരത്തെ എന്തെങ്കിലും തകർച്ച, കുറച്ച് ഭാഗമൊക്കെ നാശമായി നിൽക്കുകയായിരുന്നോ? അല്ല, അവിടെ ഈ കെട്ടിടത്തിലെല്ലാം തന്നെ ഇപ്പോഴും കടകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ മഴ കനത്ത ഒരു സമയത്തെല്ലാം തന്നെ ഈ ചുമരിലൂടെയൊക്കെ തന്നെ വെള്ളം ഊർന്നിറങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരുപക്ഷെ ഈ ചുമരുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത്. പിൻഭാഗമാണ് പൂർണ്ണമായും തകർന്നു വീണത്. അതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ ഒരു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത്. പക്ഷേ ആ കടയുടെ പിൻഭാഗത്ത്, ഈ ബിൽഡിങ്ങിൻ്റെ പിൻഭാഗത്ത് ആരും തന്നെ ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ്. അവർ എല്ലാവരും തന്നെ രക്ഷപ്പെട്ട് മറ്റുള്ളവരെല്ലാവരും തന്നെ ആ മുൻഭാഗത്തേക്ക് ഓടി മാറുകയും അതിനോടൊപ്പം തന്നെ ഈ ശബ്ദം ആദ്യം ഈ പൊളിഞ്ഞു വീഴുന്നതിന് തൊട്ട് മുന്നോടിയായി ഉള്ള ശബ്ദമൊക്കെ തന്നെ കേട്ടിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ആളുകളൊക്കെ തന്നെ മാറിയത്. ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. ഈ കെട്ടിടത്തിൻ്റെ എത്രത്തോളം ബലമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ്, വലിയൊരു ദുരന്തമാണ് തെന്നി മാറിയത്. ശരി ലിഷോയ്, ചേലക്കരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടൗണിൻ്റെ ചേർന്ന് അപ്പുറത്തും ഇപ്പുറത്തും അടുപ്പിച്ച് പഴയ കെട്ടിടങ്ങളാണ്. അതിൽ വീടുകളുണ്ട്, കടകളുണ്ട്, ഒക്കെയുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് ഓടൊക്കെ മാറ്റി ഷീറ്റൊക്കെ ഇട്ടാലും ഈ കെട്ടിടം വളരെ കാലപ്പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പുറകുഭാഗം തോടും ഒക്കെ ഉള്ളതാണ്. അങ്ങനെയാണ് തകർന്നു വീണത്. എന്തായാലും ആളുകൾക്ക് പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യം.